ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി കോവക്കത്ത് പടവലത്തിന് അവിടെ കുറച്ച് താലോലിയിലുണ്ട്. ഇത് കുറച്ച് ചോറും കുറച്ച് പഴവും ഉണ്ടായിരുന്നു. 2 കിലോ പഴം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള പഴം നട്ട പഴം ലേശം കറുത്ത് പോയി. എന്നിട്ട് അതുണ്ടായിരുന്നു. അത് ഞാൻ അരച്ചിട്ട് ഇന്നലെ കുതിർത്ത് വെച്ചത്. ഇത് പഴം അരച്ച് വെച്ചത്. ഇത് പിന്നെ ഈ ചോറ് അരച്ച് വെച്ചത് കണ്ട ചോറ്. ഇനിയിപ്പോൾ ഇത് പിന്നെയെന്ന് വെച്ചാൽ ഇത് ചാരാണ്. ഇതെല്ലാം കൂടി ഞാൻ പീലി ഒഴിച്ചിട്ട് കാണിച്ചു തരാമല്ലോ. ഇവിടെ ഒഴിച്ചിട്ട് കാണിച്ചു തരാമല്ലോ. ഞാനിപ്പോൾ അതിൽ വെള്ളം നിറക്കട്ടെ. അതിൽ ഒഴിക്കട്ടെ. കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കട്ടെ. ഇത് കണ്ടില്ലേ? ഇതാ കണ്ടോ? ഇത് കണ്ടല്ലോ. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ചോറ് അരച്ച് വെച്ചത്. ഇന്നലെ അരച്ച് വെച്ചതാണ് പുളിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ചോറ് ഇത് ഈ പടവലത്തിനും ഈ കോവക്കും അവിടെ കുറച്ച് തക്കാളി ഉണ്ട്, അപ്പുറം കുറച്ച് വഴുതിനിയുണ്ട്. അതിനെല്ലാം കൂടി ഒഴിക്കാൻ. അത് പഴം. ഇത് ചെറുപഴം. ഇവിടെ പഴുത്ത പഴം ഉണ്ടായിരുന്നു. പിന്നെ ആർക്കും വേണ്ടാതുകൊണ്ട് ആ പഴുത്തത് ബാക്കിയുള്ളത് 2 കിലോ പഴമുണ്ട്. അത് ഞാൻ അരച്ച് വെച്ച് അതും കൂടിയിലിട്ടു. ഇത് കണ്ട, ഇത് ചാരാണ്. ഇതെല്ലാം കൂടിയിലിട്ടിട്ട് ഞാനിതിൽ വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ച് നേർപ്പിക്കട്ടെ. നല്ലോണം നേർപ്പിക്കണം. ഇതെല്ലാം കൂടുതലായിപ്പോയാൽ ഉണങ്ങിപ്പോവും. എൻ്റെ കയ്പ ഉണങ്ങിപ്പോയ പോലെ ആയിപ്പോവും. കണ്ടില്ലേ? ഇതേപോലെ ഇത് വെള്ളം നിറക്കട്ടെ. വെള്ളം നിറച്ചിട്ട് നമുക്കിത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാമല്ലോ. ഇത് നല്ലൊരു വള പൂക്കാനായി മറ്റൊരു കായ ഉണ്ടായി കഴിഞ്ഞ് അതിലിപ്പോൾ ഒരു കല്ല് ഇത് കെട്ടണം. കല്ലും കൂടി കെട്ടണം. കല്ല് കെട്ടിയിട്ട് താക്കണം. പടവലങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇതല്ലേ ഉണ്ടല്ലേ? ഇത് കുറച്ചും കൂടി നേർപ്പിക്കുക. ഇത് കുറച്ച് കൂടുതലാണ്. അതിന് കുറച്ചും കൂടി വെള്ളം വെച്ച് നേർപ്പിക്കാം. ഇതിൽ നിറച്ച് വെക്കട്ടെ. ഇത് നേർപ്പിച്ചിട്ടും കൂടി വെക്കണം. അതുകൊണ്ട് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ നിറയെ ആക്കി അതേപോലെ വെച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇനി കറ്റി വയ്ക്കാം. കണ്ടില്ല? ഇനിയിപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് പടവലാണ്. ഇത് കോവക്ക. ഇതും കോവക്ക. മറ്റേത് പടവലാണ്. ഇത് കണ്ടില്ലേ? ഇതേപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം വേഗം പൂക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഇത് പൂക്കാനായി. ഇനിയിപ്പം വേഗം നല്ലോണം പൂവും കായും ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ കൊടുക്കുന്നു. കണ്ടില്ലേ? ഇത് ഇപ്പുറം കൊടുത്തില്ല. അതിനൊന്നും ഇതുവരെ കൊടുത്തില്ല. ഇത് നട്ടതേ ഉള്ളൂ. കൈവളം കൊടുത്തതിൽ വയ്ക്കാം. അതുകൊണ്ട് ഇനി ഇപ്പുറത്തെ ഭാഗത്തായതുകൊണ്ട് ഇതൊന്നും കൊടുക്കലില്ല. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് കൊടുത്തു. ഇതിന് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇനി ഇപ്പുറത്തേക്ക് തിരിച്ച്. ഉണ്ടല്ലേ? ഇതേപോലെ ഇതിന് കൊടുത്തു. ഇനിയിപ്പോൾ അവിടെ തക്കാളി ഉണ്ട്. പിന്നെ തക്കാളി ഉണ്ട് അവിടെ. അതിന് കൊടുക്കട്ടെ. കുറച്ച് തക്കാളിക്കും കൂടി കൊടുക്കട്ടെ. കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് ഇതിന് കൊടുക്കാമല്ലോ. പിന്നെ ഈ വഴുതിനൊക്കെ കൊടുക്കാം. ഇതിന് കുറച്ച് കണ്ടില്ലേ? ഇത് കുറേശ്ശെ വഴുതിനൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് വഴുതിനൊന്നും ഒരു പണി എടുത്തില്ല. ഒന്നും കൊടുത്തില്ല. ഇപ്പോൾ എനിക്ക് ഇതിന് കൊടുക്കാനാണ് പരിപാടി ഇട്ട്. അപ്പുറത്തെ ഭാഗത്തുള്ളതിനെല്ലാം കൊടുത്തു. ഇപ്പുറത്തേനൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് ഇതിനൊന്ന് കൊടുക്കാം. ഇപ്പുറത്തെ ഭാഗത്തൊന്നും വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. ഇതെല്ലാം കൂടി ഇതിന് കൊടുക്കട്ടെ. അവിടെ ഒരു 4-5 പയറുണ്ട്. അതും കൂടി കൊടുക്കട്ടെ. അതിനും കൂടി കൊടുക്കട്ടെ. അപ്പുറം ഒരു 4-5 പയറുണ്ട്. അതിനും കൂടി കൊടുത്തു വെക്കട്ടെ. എന്നാൽ പിന്നെ അവിടെ 4-5 പയറുണ്ട്. അതിനും കൂടി കൊടുക്കട്ടെ.
ഇട്ട് ആ പയറിനും കൂടി കൊടുത്തു. ആ പയറുണ്ട് അവിടെ ഒരു 4-5 ഇതിനകത്ത് പയറുണ്ട്, അതും കൂടി കൊടുത്തു, അതിനും കൂടി കൊടുത്തു. ഇനിയിപ്പോൾ പിന്നെ അവിടെ തക്കാളിക്ക് കൊടുക്കണം, തക്കാളിക്ക് കൊടുക്കണം. ഇനി തക്കാളിക്ക് കൊടുക്കട്ടെ, അല്ല ഇനി ഈ കുമ്പളത്തിന് കൊടുക്കട്ടെ. ഈ മത്തന്, ഇതൊരു മത്തനുണ്ട് കേട്ടോ, മത്തനെ കണ്ട, അതിനൊന്നും കൊടുത്തില്ല ഇതുവരെ, അതിനൊന്നും കൊടുക്കില്ല. പിന്നെ ഇതിനൊന്നും കൊടുക്കട്ടെ. ഇതിനൊന്നും പണി ഇങ്ങോട്ടായതുകൊണ്ടൊന്നും കൊടുക്കൽ കുറവാണ്. അപ്പുറം മുമ്പിലെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തും, പിന്നെ വിരൽ കുറവാണ്. ഇനിയിപ്പോൾ അവിടെ തക്കാളിക്ക് കുറച്ച് കൊടുക്കട്ടെ. അടിയുണ്ട്, കുറച്ച് ആക്കി വെച്ചതും കൂടി ഉണ്ട്, അത് തക്കാളിക്കും ഇതിനെല്ലാം കൂടി കൊടുക്കാം. തക്കാളിയെല്ലാം എളിഞ്ഞ് വീണ് പോയി നേരത്തെ വളം നനക്കുമ്പോൾ. ഇപ്പോൾ പിന്നെ എടുത്തിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഈ തക്കാളിക്ക് വെച്ച് കൊടുക്കട്ടെ. ഇത് തക്കാളിയാണ്, ഇതിന് കുറേശ്ശെ വെച്ച് കൊടുക്കട്ടെ. ഉണ്ടോ, ഇത് നല്ലൊരു വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു വളം ഇത്. ഇനി പൊട്ടാസും എല്ലാം കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ എനിക്ക് ഇനി നല്ല തണ്ട് കുത്തി കൊടുക്കണം, പണിയുണ്ട്. ഇനിയിപ്പോൾ ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് പൂക്കാൻ തുടങ്ങിക്കോളും. ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ട് ചെയ്യണം, പ്രൂണിങ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരുപാട് വളർന്നു പോകും, അപ്പുറത്തെ പോലെ ആയിപ്പോവും. അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്താൽ ഇപ്പം തന്നെ കിയ്യ വേണ്ടെന്നായിരിക്കാം. കുറച്ച് കട്ട് ചെയ്യണം, എന്നിട്ട് വേണം അതാക്കണ്ടിക്കില്ല. ഇനിയിപ്പോൾ വേണ്ടല്ലേ, ഇതിപ്പോൾ ഞാൻ ലേശം കപ്പക്കും കൂടി വെച്ച് കൊടുക്കട്ടെ. ഈ കപ്പക്കും ആ നാരകത്തിനും ആ പേരക്കും കൂടി വെച്ച് കൊടുക്കട്ടെ, എന്നാൽ വേഗം പൂവും കായ് ഉണ്ടാവും. ഇതല്ലേ ഇതാ, ഇത് ഞാനിപ്പോൾ ഈ കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. അതിനൊഴിക്കട്ടെ, കുറച്ച് ഈ ചീരക്ക് ഒഴിച്ച് വിട്ടേക്കാം. എന്താ ഇതെല്ലാം നല്ല ഉഷാറായി വരട്ടെ. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങോട്ട് ഇനി ഞാൻ പേരക്കക്ക് ആ കപ്പക്കും എല്ലാം ഒഴിച്ച് കൊടുക്കട്ടെ. പേരക്ക, കപ്പ ഇതെല്ലാം ഉണ്ട്. ആ നാരം അതിനെല്ലാം ഒഴിക്കണം. ഇത് വേണ്ട, ഇതിന് ലേശം ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പൂത്ത് തുടങ്ങിയതാണ്. ഇവിടെ നിന്ന് അതിന് വേഗം കായ് ഉണ്ടാവട്ടെ. അതിന് അന്നേരം ഞാൻ വിചാരിക്കും നീര് ഒഴിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചാൽ. ഉണ്ടല്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ പ്ലാവിനും ആ നാരകത്തിനും കൂടിയാണ്, അത് ഇങ്ങോട്ട് എടുക്കട്ടെ, കാണണ്ടേ. ഇനി നാരകത്തിന് വെച്ച് കൊടുക്കട്ടെ, നാരകത്തിന് ആ പ്ലാവിനും നാരകത്തിനും കൂടി വെച്ച് കൊടുക്കും. ഇത് പ്ലാവിന് വെക്കട്ടെ. വേഗം നമ്മൾ പണിയെടുത്താൽ വേഗം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്താ ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഇതിപ്പം കണ്ടില്ലേ, ആ പടവലം കണ്ട അവിടെ കണ്ടില്ലേ, പടവല. ആ പടവലത്തിൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാമല്ലോ കായൽ. ഇത് കണ്ടില്ലേ, ഇതാണ് പടവല കേട്ടോ. ഇതിപ്പോൾ 2 ഉണ്ട്, ആ 2 കെട്ടാമെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടില്ല, ഇതങ്ങ് ചുരുണ്ട് പോകും. അതാണ് ആ പാലിൻ്റെ അതിലെ കൂടി ഇങ്ങനെ ഒരു കെട്ടി കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇതാ ഇത് കുറച്ച് കഴിയുന്നവരെ, കുറച്ച് നീണ്ട് വരുന്നവരെ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി, പിന്നെ അത് നേരെ ആയിക്കോളും. കണ്ടില്ലേ, ഇതേപോലെ കെട്ടാക്കിയിട്ട് കെട്ടിക്കൊടുത്താൽ അത് അവിടുന്ന് ഞെന്നിട്ട് അതിങ്ങനെ ലേശം നീണ്ടു വരും കേട്ടോ. ഇതേപോലെ നീർന്ന് വരും. ഇതിപ്പം വളഞ്ഞ് പോവല്ലേ, ഇന്ന് വീഡിയോ ഒന്നുണ്ട്, ഇത് വളഞ്ഞ് പോയിട്ടാവുള്ളൂ. അതിപ്പോൾ കെട്ടാനായിട്ടില്ല, ലേശം കൂടി കഴിയണം, നാളെ കഴിഞ്ഞിട്ട് കെട്ടണം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇതങ്ങ് കുറേ നീണ്ട് വരും. ഇനി അങ്ങനെ ഒരു ഇതുണ്ട്, ഇതിന് മാത്രം അങ്ങനെയുള്ള ഒരു പരിപാടി. ബാക്കിയൊന്നും നമ്മളങ്ങനെ ചെയ്യണ്ട, എന്നാലേ നീണ്ടു വരും. ചെറിയ നീളറിയും ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലേ, ഇതേപോലെ ഇതിപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ, കയറ് കെട്ടിയിട്ട് കണ്ടില്ലേ, കയറ് കെട്ടി കൊടുത്തിട്ട് ആ കല്ല് കെട്ടി കൊടുത്തിട്ട് കണ്ടില്ലേ, ഒരു കല്ല് കെട്ടി കൊടുത്തിട്ട് കണ്ടിട്ടില്ലേ, കണ്ടില്ലേ. ഇത് കണ്ട, ഇത് കണ്ട, ഇതാ കയറ് കെട്ടി കൊടുത്തിട്ട് കണ്ട,
ഇതാണ് കെട്ടിക്കൊടുത്ത കയറ്. കണ്ട കണ്ടില്ലേ? ഇത് വേണ്ട ഇതേപോലെ കെട്ടിക്കൊടുക്കണം. അതേപോലെ ഈനും കെട്ടിക്കൊടുക്കണം. കണ്ട ഇത് വേണ്ട ഇതേപോലെ ഒരു കഷ്ണം കല്ല് എടുത്തിട്ട് കെട്ടിയിട്ട് കൊടുക്കണം. എന്തെങ്കിലും എടുത്തിട്ട് കെട്ടിക്കൊടുത്ത ഒരു കനമുള്ള ലേശം എന്തെങ്കിലും കുറച്ച് ചെറിയ കനമുള്ള നോക്കി. ഇന്നിപ്പോൾ ഇത്രയും നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. പിന്നെ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.